എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായം 20 വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 28:20. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവർത്തികളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവർത്തനങ്ങൾ, മിഷണറി യാത്രകൾ, നേരിടേണ്ടി വന്ന കഷ്ടതകൾ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാരുടെ സംഘടിത കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് താൻ ബന്ധിക്കപ്പെട്ടത് എന്ന് പൗലോസ് കരുതുന്നില്ല. ആരോടും നീരസമില്ല. ദൈവവിളിയെ പഴിക്കുന്നില്ല. കയ്യിലെ ചങ്ങല ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ജീവിത അനുഭവങ്ങളോടുള്ള മനോഭാവം പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. പ്രതികൂലതകളിൽ തളർന്നുപോയ അനേക ആളുകളുണ്ട്. ജീവിതത്തെ പഴിക്കാതെ വ്യത്യസ്ത മനോഭാവത്തോടെ പ്രതികൂലതകളെ വീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ വിജയ മുഖാന്തരങ്ങളാക്കി തങ്ങളുടെ പ്രതികൂലതകളെ തീർത്തിട്ടുണ്ട്. 19 മാസം പ്രായമുള്ളപ്പോൾ ഉണ്ടായ കഠിന ജ്വരത്തെ തുടർന്ന് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഹെലൻ കെല്ലർ ആൻസുളിബിൻ എന്ന അധ്യാപികയുടെ സഹായത്തോടെ വിരലുകളുടെ സഹായത്താൽ ആശയങ്ങൾ വെളിപ്പെടുത്താം എന്ന് മനസ്സിലാക്കി. ബ്രെയിലി മാർഗത്തിൽ പഠനം നടത്തി, ബിരുദങ്ങൾ നേടി. തുടർന്ന് 4 പതിറ്റാണ്ടുകൾ പ്രഭാഷണത്തിനും സാഹിത്യ രചനയ്ക്കും സമയം വിനിയോഗിച്ചു. ലോകം ചുറ്റി സഞ്ചരിച്ച് തന്നെപ്പോലെ ദുസ്ഥിതിയിലായ ആളുകളുടെ സഹായത്തിന് ധനസമാഹരണം നടത്തി. ജീവിതം ആവേശഭരിതമായ ഒന്നാക്കി അവർ തീർത്തു. പൗലോസ് പറയുന്നു, ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാണ് എൻ്റെ ബന്ധനങ്ങൾ. പൗലോസിൻ്റെ കൈകളിലെ ചങ്ങല മശിഹായെ കുറിക്കുന്ന പദമാണ് ഇസ്രായേലിൻ്റെ പ്രത്യാശ. അപ്പോൾ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി ചങ്ങല ധരിച്ച പൗലോസ് അത് ജീവിതത്തിൻ്റെ വലിയ ശ്രേഷ്ഠതയായി കരുതുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരാശകളും ഒറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടിയും ദൈവ വചനത്തിന് വേണ്ടിയും ആണെങ്കിൽ അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കുന്നു എന്ന് കരുതേണ്ടതില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ സാധിച്ചാൽ അത് അനുഗ്രഹത്തിനും പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും കാരണമാകുന്നുവെന്ന് പൗലോസ് ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതവും കൂടുതൽ അനുഗ്രഹകരമാകും എന്നതിൽ 2 പക്ഷമില്ല. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഒരു ജീവിതം നൽകി. നമ്മുടെ ആയുസ്, ആരോഗ്യം, ജീവിതം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തുയേശുവിലൂടെ രക്ഷിക്കപ്പെട്ട സംഘത്തിലെ ഒരംഗമായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു എന്നതോർത്ത് ജീവിതത്തിൻ്റെ വിഘ്നങ്ങളിലും കഷ്ടതകളിലും പതറാതെ നിൽപ്പാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വായ് കൊണ്ട് പറയുന്ന കാര്യങ്ങളെക്കാൾ പ്രതികൂലതകളിലുള്ള നമ്മുടെ പ്രതികരണങ്ങൾ കൂടുതൽ സാക്ഷ്യമുള്ളതായി മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ ഒരുപാട് ഭൗമികമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരാളായിരുന്നു. എന്നാൽ അതിനെയൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി
സഭയുടെ വളർച്ചയ്ക്കായി തന്നെത്താൻ സഹനതയുടെ മാർഗം തിരഞ്ഞെടുത്തു എന്നതാണ് അപ്പോസ്തല പ്രവർത്തികളുടെ അധ്യായങ്ങളിൽ നമ്മൾ 15-ാം അധ്യായത്തിന് ശേഷം വായിക്കുന്നതെല്ലാം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ആയുസ്സും നമ്മുടെ അറിവും ഇതെല്ലാം ദൈവരാജ്യ പ്രവർത്തനത്തിന് വേണ്ടിയും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും വിനിയോഗിപ്പാൻ നമ്മളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രിയിൽ കാത്ത് സൂക്ഷിച്ച് പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയെ സ്തുതിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതാവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവം മുൻപാകെ സമർപ്പിക്കുന്നു. ലജ്ജിതരായി പോകുവാൻ സമ്മതിക്കരുതേ. ഞങ്ങളുടെ സഹനതകളെ അവിടുന്ന് സമർപ്പണമായി സ്വീകരിക്കുന്നത് ഓർത്തും സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞ പുതിയൊരു വർഷം എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.